നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്, ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. ₹5 കോടി ചിലവഴിച്ചുള്ള നാടുകാണി തൃക്കാര്യൂർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ₹5 കോടി ചിലവഴിച്ചിട്ടുള്ള നാടുകാണി തൃക്കാര്യൂർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കവളങ്ങാട് പഞ്ചായത്തിനെയും കോതമംഗലം നഗരസഭയും കീരമ്പാറ പഞ്ചായത്തിനെയും നെല്ലിക്കുഴി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. നിലവിൽ 3.5 മീറ്റർ മാത്രം വീതിയുള്ള റോഡാണ് 5.5 മീറ്റർ വീതി വർദ്ധിപ്പിച്ചാണ് നവീകരിക്കുന്നത്. നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളുമെല്ലാം റോഡ് വീതി കൂട്ടുന്നതിനായി സൗജന്യ സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. 5.5 മീറ്റർ വീതി BMBC ടാറിങ്ങിന് പുറമെ ആവശ്യമായ ഇടങ്ങളിലെല്ലാം വൈഡനിങ്, സംരക്ഷണ ഭിത്തികൾ, ഡ്രെയിനേജ് സംവിധാനങ്ങളും ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കൽ, റോഡ് സേഫ്റ്റിയുടെ ഭാഗമായി റിഫ്ലക്ടർ, സൈൻ ബോർഡുകൾ, സീബ്ര ലൈൻ, റോഡ് മാർക്കിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചാണ് ആധുനിക നിലവാരത്തിൽ റോഡ് നവീകരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്താണ് ഇവിടെ ഇതിനൊരു വലിയ വർക്ക്, ഒരു ₹5 കോടി ചെലവഴിച്ചുകൊണ്ടുള്ള വലിയ വർക്ക്, ആധുനിക നിലവാരത്തിലാണ് റോഡ് നവീകരിക്കുന്നത്. അപ്പോൾ ഇതിനോട് സഹായകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ നമ്മളോട് സഹകരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇത് തൃക്കാരൂർ നാടുകാണി റോഡ് എന്നുള്ള നിലയിൽ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോതമംഗലം പെരുമുഖത്ത് റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് തൃക്കാരൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് അടക്കമുള്ള ആളുകൾ, വിശ്വാസികൾ പോകാൻ കഴിയുന്ന നിലയിലുള്ള പ്രധാനപ്പെട്ട ഒരു റോഡ് കൂടിയാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് കോടതി പരിസരത്തും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും ഒക്കെ ഇരിക്കുന്ന ആ പ്രദേശത്ത് വലിയ വെള്ളക്കെട്ട് പല ഘട്ടങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വെള്ളക്കെട്ടിന് കൂടി പരിഹാരമാകുന്ന നിലയിലാണ് റോഡിൻ്റെ നവീകരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റോഡിൻ്റെ നവീകരണം പൂർത്തീകരിക്കുന്നതോടുകൂടി പ്രത്യേകിച്ച് നെല്ലിക്കുഴി പഞ്ചായത്ത്, കോതമംഗലം മുനിസിപ്പാലിറ്റി, ഇവിടെ കീരമ്പാറ പഞ്ചായത്ത്, തൊട്ടപ്പുറത്ത് കവളങ്ങാട് പഞ്ചായത്ത്, ഈ 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലൂടെയും കടന്നു പോകുന്ന ഒരു പ്രധാന റോഡിൻ്റെ വലിയൊരു നവീകരണം ഏതായാലും പൂർത്തിയാക്കാൻ കഴിയുകയാണ്. അപ്പോൾ ഈ പ്രവർത്തനത്തോട് സഹകരിച്ച എല്ലാവരും ഈ റോഡിലെ കോടതി കോംപ്ലക്സിന് സമീപമായി പലപ്പോഴും രൂപപ്പെടുന്ന വലിയ വെള്ളക്കെട്ടും പരിഹരിക്കാനുള്ള വർക്കുകളും നവീകരണ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. MLAയോടൊപ്പം മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP, പഞ്ചായത്ത് മെമ്പർ VC ചാക്കോ, ലിറ്റിൽ ഫ്ലവർ കർമ്മലിത്ത കോൺവെന്റിലെ സിസ്റ്റർമാരായ സിസ്റ്റർ ലിസീന, സിസ്റ്റർ ക്രിസ്റ്റിൻ, സിസ്റ്റർ പ്രശാന്ത, ജോബാച്ചൻ കുന്നൈക്കൽ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആൻഡ്രൂ ഫെർണാണ്ടസ് ടോം, കോൺട്രാക്ടർ ലിജു പോൾ എന്നിവരും സന്നിധരായിരുന്നു. ഒരു വലിയ നവീകരണ പ്രവർത്തനങ്ങൾ ഈ റോഡിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് വരുന്ന ഏറ്റവും വലിയ ഒരു വികസനമാണ് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കുന്നത്. നിലവിൽ ശരാശരി 3.5 മീറ്റർ വരെയാണ് ഈ റോഡിൻ്റെ വീതി. അപ്പോൾ അത് പരമാവധി നമ്മൾ ഒരു 5.5 മീറ്ററിന് മുകളിലായി എല്ലാ സ്ഥലങ്ങളിലും വീതി ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലാണ് ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ തികഞ്ഞ ജനവാസ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ജനങ്ങളുടെ കൂടി ഒരു സഹകരണം ഈ പ്രവർത്തനത്തിന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി റോഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ഇരുവശങ്ങളിലുമായി ന്യൂസ് ബ്യൂറോ, കോതമംഗലം.